ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പയിലയും കായും. ഒരു ഉപ്പയിലയാണ് കേട്ടോ, കായും. അതിന് ആവശ്യമായിട്ടുള്ള ഒരു കായും ഒരു ഉപ്പയിലയും. ഒരു അരമുറിയിൽ കുറച്ചും കൂടി കുറഞ്ഞ തേങ്ങ ഇല്ല. ഇന്ന് ഉണക്കമുളക് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അത് കാരണം കുറച്ച് മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, കരിവേപ്പില, കുടംപുളി. ആദ്യം നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചെടുക്കാം. അയില നല്ലോണം വെട്ടി കഴുകി തേച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ കഴുകി അരിഞ്ഞ് വെള്ളത്തിൽ, കനം കുറച്ചാട്ടോ കായ് അരിഞ്ഞെടുക്കണത്. അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട്. അതും വാരി ഇട്ടു. ഇനി നമുക്ക് അരപ്പ് അരച്ചേണ്ടി വന്നിട്ടുണ്ട്. ആ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തട്ട് കരിവേപ്പില ഇട്ടു, കുടംപുളി ഇട്ടു, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും, ചുമന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം, വളരെ കുറച്ച് ഇടാവുള്ളൂ. കാരണം അയിലേക്ക് ഓൾറെഡി നമ്മൾ എത്ര കഴുകിയാലും ഉപ്പുണ്ടല്ലോ. അപ്പോൾ അത് ഇതിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പിടുന്നത് സാധാരണ ഉപ്പിടും പോലെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കൂടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ചൊന്ന് കുറുകിയതിന് ശേഷം നമ്മൾ ഉപ്പിട്ടാൽ മതി. ഇതാ ഞാൻ തീ ഇപ്പോഴാണ് കേട്ടോ കത്തിക്കുന്നത്, ഇത്രയും നേരം തീ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കൂടി ഒന്നിച്ച് കൂട്ടി പുരട്ടി അങ്ങ് അടുപ്പത്തേക്ക് വയ്ക്കുക കേട്ടോ ചെയ്യണേ. എന്നിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി വന്നോട്ടെ. പിന്നെ ഞാൻ എന്നും ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഇതിനെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ പല്ലിമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഉണക്ക പല്ലിമീൻ. അതൊന്ന് വറക്കാൻ വേണ്ടിയിട്ട്. ഈ ഉണക്കമീൻ വറക്കുമ്പോൾ അതിനകത്ത് ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് കുഴച്ച് വെക്കണം. കുരുമുളക് പൊടി ചേർക്കാറില്ല കേട്ടോ. കറി നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. ആ കായും വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇത് ചോറുണ്ണാൻ ഇത് മാത്രം മതി. ആ കരിവേപ്പിലയും കൂടി ആ ചൂടോട് കൂടി ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്ത് കേട്ടോ. തീ ഓഫ് ചെയ്താൽ ഇതിങ്ങനെ തിള പൊട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വറ്റി സെറ്റായിട്ട് വരും കേട്ടോ. നല്ല എരിവുണ്ടായിരിക്കും, കാരണം ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിച്ച് നല്ല എരിവുണ്ട്. മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് ഉണക്കം. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി ഒന്ന് നോക്കും. നല്ല